വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: സിമിയോൻ പത്രോസ്, ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലയിലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. സിമിയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ സിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്ങുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. ഉടനെ സിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴുകുവിൻ. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. പ്രിയമുള്ളവരെ, ഒരു നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. നമ്മുടെ മനസ്സും ഹൃദയവും ചിന്തകളുമെല്ലാം ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വെക്കാനായിട്ട് മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സമയമാണ് നോമ്പുകാലം എന്ന് നമുക്കറിയാം. 2 ദിവസം മുമ്പ് നമ്മൾ പേതൃത്ത ആചരിച്ചു. പേതൃത്ത എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ നമ്മളത് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് എന്നറിയില്ല. എല്ലാവർക്കും ആഘോഷിക്കാനും ഇറച്ചിയും മീനും ഒക്കെ സുലഭമായിട്ട് കഴിക്കാനുമുള്ള ഒരു അവസരമായിട്ട് പലപ്പോഴും പേതൃത്ത മാറാറുണ്ട്. നോമ്പെടുക്കുന്നവരും നോമ്പെടുക്കാത്തവരും ഒക്കെ പേതൃത്ത എന്തായാലും ആഘോഷിക്കും. പേതൃത്ത എന്ന വാക്കിന്റെ അർത്ഥം 2 അർത്ഥങ്ങളാണ് അതിലുള്ളത്. ഒന്ന് തിരിഞ്ഞു നോക്കൽ, ഒന്ന് അനുരഞ്ജനം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുവരെ നടന്നു വന്ന നമ്മുടെ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും, ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളിൽ നമുക്ക് വീഴ്ചകളും പാളിച്ചകളും പരാജയങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്ത് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടാനുമുള്ള അവസരമാണ് നോമ്പുകാലം. ഈ അർത്ഥത്തില് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു അത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെയാണ് അവര് യേശുവിനെ അനുഗമിച്ചത്. മീൻപിടുത്തക്കാരായിരുന്ന അവരെ യേശു വിളിച്ചു, നിങ്ങൾ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന് വാഗ്ദാനമൊക്കെ നൽകി അവരെ കൂടെ ചേർത്ത് 3 വർഷം അവരെ കൂടെ കൊണ്ടു നടന്നു. യേശുവിന്റെ വചനങ്ങളും ജീവിതവും അത്ഭുത പ്രവൃത്തികളും ഒക്കെ നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ചവരായിരുന്നു ശിഷ്യന്മാര്. ഇതിൽ കൂടുതൽ ഒരു പരിശീലനം യേശുവിന് അവർക്ക് വേണ്ടി നൽകാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്റെ ജീവിതത്തെ നേരിട്ട് പകർത്തുവാൻ കൂടെ കൂട്ടി കൊണ്ടു നടന്ന്
തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഉദ്ദേശങ്ങളും എല്ലാം അവരെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതില് പത്രോസിനെ അതിന്റെ തലവനാക്കി ഉയർത്തുവാനായിട്ട് ശ്രമിച്ചു. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ പത്രോസിനെ സഭയുടെ തലവനായി ഉയർത്തുകയും സ്വർഗത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത് അത്രയേറെ വളർത്തിക്കൊണ്ടുവന്ന ആ ശിഷ്യ സമൂഹം പെട്ടെന്ന് യേശു അവരിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ തങ്ങൾക്ക് കിട്ടിയതെല്ലാം അവര് മറന്നുപോയി. അവര് നിരാശരായി. അതുവരെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തങ്ങളെ കൊണ്ടു നടന്നിരുന്ന ഗുരുവിന് ഒരാപത്തുണ്ടായപ്പോൾ അല്ലെങ്കിൽ അപകടം നേരിട്ടപ്പോൾ ആ ഗുരുവിന്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കാതെ ഓടി രക്ഷപ്പെട്ടവരാണ് അവരെല്ലാവരും എന്ന് നമുക്കറിയാം. അങ്ങനെ ഗുരുവിനെ ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ് പഴയ ജീവിത അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ശിഷ്യന്മാരുടെ ചിത്രമാണ് ഇന്ന് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിന് നേതൃത്വം കൊടുക്കുന്നതും യേശു തലവനായി തെരഞ്ഞെടുത്ത പത്രോസ് തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യവും. പത്രോസാണ് മറ്റു ശിഷ്യന്മാരോട് പറയുന്നത്, ഞാൻ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് കേട്ടപ്പോൾ പിന്നെ നേതാവ് പറഞ്ഞാൽ അനുയായികൾക്ക് വേറെ എതിർവാക്കില്ല, അവരും പത്രോസിന്റെ കൂടെ കൂടി. പക്ഷെ എന്താണ് സംഭവിച്ചത്, എന്താണ് ഫലമെന്ന് നമ്മൾ കണ്ടു. ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. പത്രോസിനെയും മറ്റു ശിഷ്യന്മാരെയും സംബന്ധിച്ചിടത്തോളം അവര് കുലത്തൊഴിലായിട്ട് ചെറുപ്പം മുതലേ പഠിച്ച തൊഴിലാണ് മീൻപിടുത്തം. കടലിന്റെ അല്ലെങ്കിൽ തടാകത്തിന്റെ ഓരോ മുക്കുമൂലിയും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ശിഷ്യന്മാര്. പക്ഷേ അവരെത്ര കളഞ്ഞു പരിശ്രമിച്ചിട്ടും അവർക്ക് ഒരു പൊടിമീനെ പോലും കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു മനുഷ്യൻ കടൽ തീരത്ത് വന്നിട്ട് അവരോട് ചോദിക്കുക, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതുമുണ്ടോ? അത് യേശുവാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തില് അവരുടെ കണ്ണുകൾ അന്ധമായിരുന്നു, അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. എങ്കിലും അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. ഒരു സാമാന്യ രീതിയിലുള്ള പ്രതികരണമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമായ തരത്തിലാണ് അവര് ആ മനുഷ്യനോട് പ്രതികരിക്കേണ്ടിയിരുന്നത്. പക്ഷേ എത്രയേറെ നിരാശരായിരുന്നിട്ടും ആ വചനം കേൾക്കാനായിട്ട്, ആ വാക്കനുസരിക്കാനായിട്ട്, ഒരു അപരിചിതന്റെ വചനം കേൾക്കാനായിട്ട്, അനുസരിക്കാനായിട്ട് അവര് തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ സുവിശേഷത്തിന്റെ ആരംഭങ്ങളിൽ കാണുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. അവൻ പറഞ്ഞതുപോലെ അവർ വെള്ളം കോരി നിറഞ്ഞപ്പോൾ വെള്ളം വീഞ്ഞായി മാറിയ അത്ഭുതം ആ മനുഷ്യരെ ദർശിക്കാനായിട്ട് ഇടയായി. ഇതുപോലെ വലതുവശത്ത് വലയിടുക എന്നുള്ള യേശുവിന്റെ വചനം അനുസരിക്കാനായിട്ട് പത്രോസും കൂട്ടരും തയ്യാറായപ്പോൾ അവര് പഴയ ജീവിത രീതിയിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അതൊരു കാരണമായി. അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോൾ അവർ അത്ഭുതങ്ങൾ ദർശിച്ചു. അവരുടെ പഴയ ജീവിതം അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് അത് പ്രേരണയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ നോക്കുക, നമുക്ക് എന്തുമാത്രം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് യേശുവിനെ അറിയാനും പഠിക്കാനും വളരാനും ഒക്കെ ആയിട്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ മാമോദീസ മുക്കി വിശ്വാസത്തില് വളർത്താനായിട്ട് പരിശ്രമിച്ചു, വേദപാഠത്തിന് പറഞ്ഞു വിട്ടു, ധ്യാനങ്ങളിൽ കൂടി അനുദിനവും നമ്മൾ ദേവാലയത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഞായറാഴ്ചകൾ വചനപ്രഘോഷങ്ങള്, വാർഷിക ധ്യാനങ്ങള്, സ്വന്തമായ ധ്യാനങ്ങള്, ഇതെല്ലാം കൂടി യേശുവിനെ മനസ്സിലാക്കാനായിട്ട് ഒത്തിരിയേറെ അവസരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ചോദിച്ചാല് ഈ യേശുവിനെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രായോഗിക ജീവിതത്തിലും എന്തുമാത്രം ഉൾക്കൊള്ളാനും സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ
യേശുവിനെ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ഒരു തലമുറയെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് പലപ്പോഴും. ആ ഗണത്തില് നമ്മൾ പെടുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യണം ഈ ദിവസങ്ങളിൽ. നമ്മളൊക്കെ ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്തുമാത്രം അവസരങ്ങളാണ് ദൈവം നമുക്ക് ഒരുക്കി തരിക. വിശ്വാസത്തിൽ വളരാൻ, ആത്മീയതയിൽ വളരാനായിട്ട് എന്തുമാത്രം അവസരങ്ങളാണ് നമുക്ക് ദൈവം ഒരുക്കി തരിക. അത് വേണ്ട വിധത്തില് ഉപയോഗിക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ ഈ സംഭവത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ യേശുവിനെ തിരിച്ചറിയാനായിട്ട് ആദ്യം സാധിച്ചത് യോഹന്നാനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് യോഹന്നാന് അല്പം വൈകിട്ടാണെങ്കിലും യേശുവിനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്? യോഹന്നാന്റെ പ്രത്യേകത, യേശു സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്നേഹത്തിൽ ആഴപ്പെട്ട് വളർന്നിട്ടും യോഹന്നാന് പോലും തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷെ യേശുവിന്റെ ആ അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ അല്ലെങ്കിൽ വചനം ശ്രവിച്ചു കഴിഞ്ഞപ്പോൾ, ആ വചനത്തിലൂടെ ഉണ്ടായ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം യേശുവിനെ തിരിച്ചറിഞ്ഞത് യോഹന്നാനാണ്. പക്ഷെ ഏറ്റവും ആദ്യം എടുക്കുമെന്നുള്ളത് കൊണ്ട് കടലിലേക്ക് ചാടി നീന്തി ഏറ്റവും ആദ്യം യേശുവിന്റെ അടുത്തെത്താനുള്ള വെമ്പലോടെ നീന്തി എത്തുന്ന ആ പത്രോസിന്റെ ഒരു ചിത്രവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ഈ നോമ്പുകാലത്ത് നമുക്ക് ജീവിതത്തില് വീഴ്ചകൾ ഉണ്ടാകാം, പാളിച്ചകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ പാളിച്ചകള്, പരാജയങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തിരുത്താനും എത്രയും തിടുക്കത്തോടെ തമ്പുരാന്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലാനും സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം വിജയപ്രദമായി മാറുന്നത്, അനുഗ്രഹപ്രദമായി മാറുന്നത് നമുക്ക് തിരിച്ചറിയാം. നമ്മളെല്ലാവരും ബലഹീനതകളും കുറവുകളും പോരായ്മകളും ഒക്കെയുള്ള മനുഷ്യരാണ്. നമ്മുടെ ബലഹീനതകളും കുറവുകളും പോരായ്മകളും നന്നായി അറിയാവുന്നവൻ തന്നെയാണ് നമ്മുടെ തമ്പുരാൻ. ആ ഒരു ചിത്രമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. എന്തുമാത്രം കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് യേശു തന്റെ ശിഷ്യന്മാരെ തന്റെ ലക്ഷ്യത്തിലേക്ക്, ഉദ്ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ കാണുന്നത് നല്ലതാണ്. അവര് കരക്കെത്തിയപ്പോൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രാതൽ കാണുമ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞവരാണ് 3 പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു. ബാക്കിയുണ്ടായിരുന്നവരെല്ലാം അവൻ യേശുവിനെ പിടിക്കാൻ വന്നപ്പോൾ അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയവരാണ്. അങ്ങനെ ഒത്തിരിയേറെ വീഴ്ചകളും കുറവുകളും ഉള്ളവരായിരുന്നു തന്നെ ശിഷ്യന്മാരെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഒരു കാലത്ത് ഒരിക്കലും യേശുവിന് അവരോട് ദേഷ്യമോ വിഷമോ ഒന്നും തോന്നിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് അവര് പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോയിട്ടും തന്നെ മറന്ന്, താൻ ഏൽപ്പിച്ച ദൗത്യം മറന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയിട്ടും അവരെ വീണ്ടും വീണ്ടും സ്നേഹപൂർവ്വവും തന്റെ ദൗത്യത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന ചിത്രം, അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ആ തമ്പുരാന്റെ ചിത്രം, അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം, പാളിച്ചകൾ ഉണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടാകാം. അതൊക്കെ മാനുഷികമാണ്. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ ദൈവത്തിന്റെ പക്കലേക്ക് പത്രോസിനെ പോലെ തീഷ്ണതയോടെ ഓടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തുമാത്രം വെമ്പലാണ് പത്രോസ് അവിടെ കാണിക്കുന്നത് നമുക്കറിയാം. വസ്ത്രം കുറവായിരുന്നു, അപ്പോൾ ഒറ്റയ്ക്ക് ചാടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഉള്ള കിട്ടിയ വസ്ത്രമൊക്കെ എടുത്ത് ചുറ്റി തിടുക്കപ്പെട്ട് കടലിലേക്ക് ചാടി നീന്തുന്ന ആ പത്രോസിന്റെ ഒരു മുഖം നമ്മുടെ ജീവിതത്തിലെ ഈ നോമ്പുകാലത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കണം. അവനെ സ്നേഹത്തോടെ കാത്തു നിൽക്കുന്ന, പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്ന ഒരു തമ്പുരാന്റെ ചിത്രവും കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഈ നോമ്പുകാലം തമ്പുരാന്റെ പക്കലേക്ക് ഒരു മടങ്ങിപ്പോക്കിനുള്ള അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നോമ്പുകാലത്തിൽ നമ്മളെ തന്നെ ഒരുക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ പരിശോധിക്കണം, നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ പരിശോധിക്കണം, മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങള്, തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങള് എല്ലാം നന്നായിട്ട് വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകള്, പോരായ്മകൾ കണ്ടെത്താൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് സാധിക്കും. തിരുസഭ നമുക്ക് ഒത്തിരിയേറെ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. കൂദാശ ജീവിതം,
അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓർക്കുക. അനുദിന ബലിയുടെ പ്രാധാന്യം എന്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ബലിയുടെ മൂല്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുവനും ഒരു ബലി പോലും നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല. വിശുദ്ധാത്മാക്കൾ എല്ലാവരും അങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ കുമ്പസാരമെന്ന കുദാശ അടുക്കൾ സ്വീകരിക്കാമെന്ന കുദാശയായിട്ട് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ബലഹീനതകൾ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. വീണ്ടും വീണ്ടും നമ്മൾ പാപത്തിൽ വീണു പോകും എന്ന് തമ്പുരാൻ അറിയാമായിരുന്നത് കൊണ്ട് അടുക്കൾ സ്വീകരിച്ച് എപ്പോൾ വീണാലും തിരിച്ചു വരാനായിട്ട് നമുക്ക് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അടുക്കൾ സ്വീകരിക്കാവുന്ന കുദാശയായി കുമ്പസാരത്തെ നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ ഈ നോമ്പ് കാലം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ഈ കുമ്പസാരത്തിലൂടെ അനുദിന വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാനോട് ചേർത്ത് വെക്കാനായിട്ട് പരിശ്രമിക്കാം. അങ്ങനെ തമ്പുരാനോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കളങ്ങളും കറകളും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടുക. വിശുദ്ധ കുർബാനയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിന്റെ മാലിന്യങ്ങളെയും കറകളെയും എല്ലാം കഴുകിക്കളയാനായിട്ട് പ്രാപ്തമാണ്. ആ തിരിച്ചോലയാണ് നമ്മുടെ ജീവിതത്തിലെ കറകളെല്ലാം കഴുകിക്കളയുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ആ വിശുദ്ധ കുർബാന ജീവിക്കാനായിട്ട് അനുഭവമാക്കാനായിട്ട് നമുക്ക് സാധിക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ബലിയും വിരുന്നുമാണ്. നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കുക. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന പലരും വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ കാഴ്ചക്കാരായിട്ട് പോകുന്നത് വളരെ ദുഃഖത്തോടെ നമ്മൾ കാണാറുണ്ട്. നമ്മളൊക്കെ കാഴ്ചക്കാരായിട്ട് മാറും. പലപ്പോഴ് വിശുദ്ധ കുർബാനയിൽ കാഴ്ചക്കാർക്ക് സ്ഥാനമില്ല എന്ന് നമ്മൾ അറിയണം. ബലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിരുന്നെന്ന് പറയുന്നത് ഒരുമിച്ച് പങ്കുചേർന്ന് ഭക്ഷിക്കുമ്പോഴാണ് അത് വിരുന്നാവുക. തമ്പുരാൻ നമ്മളെ സ്നേഹത്തോടെ വിളിച്ച് വിരുന്നിലേക്കാണ് ക്ഷണിക്കുന്നത്. ആ വിരുന്നിൽ പങ്കെടുക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മളൊക്കെ ജീവിതത്തിൽ സദ്യകൾ ഇഷ്ടംപോലെ നടത്തുന്നവരാണ്, ആഘോഷങ്ങൾ നടത്തുന്നവരാണ്. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ എല്ലാവരും വന്നു, വിരുന്നുകാരെല്ലാം വന്നു, ഭക്ഷണമെല്ലാം റെഡിയായി. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിരുന്നുകാരോട് പറയുമ്പോൾ അതിൽ കുറച്ചു പേര് ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് വികാരമാണ് നമുക്കുണ്ടാവുക? അതേ വികാരമല്ലേ തമ്പുരാന് വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ പടിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ കുർബാനയിൽ അലസമായിട്ട് നമ്മൾ വന്ന് പങ്കെടുത്തു പോവുക. വിശുദ്ധ കുർബാന ഒരിക്കലും ആവർത്തനമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ബലി എന്ന് പറയുന്നത് ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയിൽ അർപ്പിച്ച ആ ബലി അത് ഏകമാണ്, നിത്യമാണ്. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ വിശുദ്ധ കുർബാനകൾ വിശുദ്ധീകരിക്കപ്പെടുക? വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ കാലവും സമയവും ഒക്കെ ഉള്ളത് മനുഷ്യർക്കാണ്. പക്ഷെ ദൈവത്തിന് കാലവും സമയവും ഒന്നുമില്ല. ദൈവത്തിന് എപ്പോഴും ഒരുപോലെയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സാധ്യതമാക്കിയ ആ കുരിശിലെ രക്ഷ നമുക്ക് സമീപസ്ഥമാണ്. നമുക്കറിയാം, നമ്മൾ വൈദ്യുതി ചെയ്യാറുണ്ട്, വീടിന് ചുറ്റും ഇലക്ട്രിഫിക്കേഷൻ നടത്തി വയറിംഗ് ഒക്കെ ചെയ്ത് സ്വിച്ചൊക്കെ പിടിപ്പിച്ച് ലൈനിൽ നിന്ന് കറണ്ട് എടുത്ത് ഇവിടെ വീട്ടിൽ എത്തിച്ചു നിർത്തും. നമ്മൾ കറണ്ടൊക്കെ എടുത്തു റെഡിയായി വന്നിരുന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചമോ കാറ്റോ കിട്ടുകയില്ല. പക്ഷെ വെളിച്ചമോ കാറ്റോ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്വിച്ചുകൾ ഓണാക്കണം. സ്വിച്ച് ഓണാക്കിയാലേ കാറ്റാണ് ആവശ്യമെങ്കിൽ കാറ്റ്, വെളിച്ചമാണ് ആവശ്യമെങ്കിൽ വെളിച്ചം നമുക്ക് കിട്ടും. ഇതുപോലെ യേശു അർപ്പിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിച്ച ആ ബലി ഇന്നും സജീവമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു. ആ ബലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ബലിയിലൂടെ സാധ്യതമാകുന്ന രക്ഷ നമുക്ക് സ്വന്തമാകണമെങ്കിൽ ആ ബലിയിൽ സജീവമായിട്ട് നമ്മൾ പങ്കെടുക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി, ജീവിതത്തിന്റെ അനുഭവമായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ കറകളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം കുദാശകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിന്റെ കാലഘട്ടമായിട്ട് മാറട്ടെ. അപ്പോസ്തലന്മാരെ പോലെ നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാന്റെ പക്കലേക്ക് ചേർത്ത് നിർത്താൻ തിരുസഭ നൽകിയിരിക്കുന്ന, യേശു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മാർഗങ്ങളാണ് കുദാശകൾ. പ്രത്യേകിച്ച് അനുരഞ്ജന കുദാശയും വിശുദ്ധ കുർബാനയും.
എപ്പോൾ ബലിയിൽ പങ്കെടുത്താലും വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരായിട്ട് മാറാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ആ യോഗ്യത എപ്പോൾ നഷ്ടപ്പെടുന്നുവോ, ഏറ്റവും അടുത്ത സാഹചര്യത്തിൽ കുമ്പസാരം എന്ന കുദാശയിലൂടെ ആ യോഗ്യത വീണ്ടെടുത്ത് തമ്പുരാനെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ, തമ്പുരാന്റെ ജീവിതത്തോട് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഒരു പരിശ്രമമായി ഈ ആരാധനയും ഈ പരിശ്രമവും ഈ നോമ്പുകാലവും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവാനുഗ്രഹപ്രദമായ നല്ല ഒരു പ്രാർത്ഥന ശുശ്രൂഷ നേരുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം.